മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സെക്ഷൽ ഡെവലപ്മെന്റ് പ്രോസസ്സിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത് വളരെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ഹ്യൂമൻ സെക്ഷൽ ബിഹേവിയറിന്റെ ഭാഗമാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഓക്കെ ആണ് അല്ലെങ്കിൽ ആരോഗ്യകരമാണെന്ന് വെച്ചിട്ട് എന്തും അമിതമായാലും പ്രശ്നമാണല്ലോ. ഈ മാസ്റ്റർബേഷന്റെ ഫ്രീക്വൻസിയും ഇന്റൻസിറ്റിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരാൾ ഒരുപാട് പ്രാവശ്യം ഒരു ദിവസം മാസ്റ്റർബേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതാണ്. അമിതമായിട്ടുള്ള ഒരു ആൻസൈറ്റിയോ ബുദ്ധിമുട്ടുകളോ വരുന്ന സമയത്തുള്ള ഒരു കോപ്പിംഗ് മെക്കാനിസം ആയിരിക്കാം, അത് ക്വസ്റ്റ്യനബിൾ ആണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു ഹെൽപ്പ് സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും. ഫോൺ വീഡിയോകൾ കണ്ടിട്ട് എൻ്റെ പാർട്ട്ണർ അതുപോലെ ആകണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. യഥാർത്ഥത്തിൽ ഒരു പാർട്ട്ണർ ഇല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം? പോൺ വീഡിയോസ് കാണുന്നത് തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇപ്പോൾ പോൺ വീഡിയോസ് കാണുന്നത് ഈ പറഞ്ഞ പോലെ ഒരു ഹെൽത്തി സെക്ഷൽ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടൊക്കെ വരുന്നത്. പക്ഷേ അത് തന്നെയാണ് റിയൽ ലൈഫ് എന്ന് ചിന്തിക്കുന്നിടത്താണ് പ്രശ്നം വരുന്നത്. പോൺ വീഡിയോസിലൊക്കെ കാണുന്ന ആളുകളുടെ ജെനൈറ്റൽ ഓർഗൻ അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്സിന്റെ അവിടുത്തെ കളറല്ല എൻ്റെ ഭാര്യയ്ക്ക് ഉള്ളത്. പുരുഷന്മാർ പറയാറുണ്ട് അവർ പോൺ വീഡിയോസിൽ കാണുന്ന സ്റ്റാർസുമായിട്ട് അവർ പീനസിന്റെ ലെങ്ത് കമ്പയർ ചെയ്യുക. അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരുമ്പം അതൊരു പ്രോബ്ലമാണ്. പോൺ വീഡിയോസ് എന്ന് പറയുന്നതല്ല റിയാലിറ്റി എന്ന് പറയുന്നത്. ഗ്ലോബൽ വില്ലേജ് നെറ്റ്വർക്കിൽ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് സൈക്കോളജിസ്റ്റ് അഖില ആർ കൃഷ്ണയാണ്. വെൽക്കം മാം. താങ്ക് യു മാം. നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ സെക്സ് എഡ്യൂക്കേഷൻ ഇന്ന് എല്ലാ കുട്ടികൾക്കും സ്കൂൾ കാലം തൊട്ടേ നമ്മൾ കൊടുക്കേണ്ടതാണ്. എന്താണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് സെക്സ് എഡ്യൂക്കേഷനിൽ? അതുപോലെ തന്നെ ഏത് പ്രായം മുതലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സമയത്തുള്ള ഏറ്റവും വലിയൊരു നമ്മളൊരു മിത്ത് എന്നൊക്കെ പറയുന്നത് തന്നെ സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കുട്ടികളെ നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ സ്കൂളിൽ തുടങ്ങണം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ അയ്യോ ഇപ്പം തന്നെ ഇത് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയും. പക്ഷേ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു 1.5-2 വയസ്സ് മുതലേ തന്നെ കുട്ടികളെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. പക്ഷെ അവിടെ നമ്മൾ പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് കുട്ടികളുടെ പ്രൈവറ്റ് ബോഡി പാർട്സിന്റെ പേര്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതായത് ഇപ്പം കുട്ടികളെ നമ്മൾ കുളിപ്പിക്കുന്ന സമയത്തൊക്കെ കുഞ്ഞു കുട്ടികളെ കുളിപ്പിക്കുമ്പോൾ നമ്മൾ പറയില്ലേ കൈ ഇതാക്കട്ടെ, കാല് മസാജ് ചെയ്യട്ടെ, ഉണ്ണിയുടെ കണ്ണ് എവിടെയാന്നൊക്കെ നമ്മൾ ഒരു 28-30 ദിവസം പ്രായമുള്ള കുട്ടികളോട് തന്നെ നമ്മൾ ചോദിക്കും. അത് അവർക്ക് മനസ്സിലായിട്ടല്ല, പക്ഷെ സ്ലോലി നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മൾ ഈ കണ്ണ് കൈ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന പോലെ തന്നെ ഒരു 1.5-2 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് കുട്ടികളുടെ പ്രൈവറ്റ് ബോഡി പാർട്സ്, അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ അവർ സെക്ഷൽ അബ്യൂസിന് ചെറിയ രീതിയിലുള്ള അവയർനെസ്, കൺസെന്റ്, ബൗണ്ടറീസ്, അത് ഫിസിക്കൽ ബൗണ്ടറീസ്, ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ വളരെ ചെറിയ രീതിയിൽ നമുക്ക് കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങാം എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്. ഇപ്പോൾ ഈ പറയുന്ന 1-2 വയസ്സ് മുതൽ കുട്ടികൾ വളരും തോറും നമ്മൾ അതിൻ്റെ കണ്ടന്റ് മാറ്റി ചെറിയ രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ്. അപ്പം ഇതൊരു ഓൺഗോയിങ് ആയിട്ടുള്ള പ്രോസസ്സുമാണ്. അത്രയും ചെറുപ്പത്തിൽ തുടങ്ങുന്നതാണ് നല്ലതായിട്ടുള്ളൊരു കാര്യം. ഒരു റിലേഷൻഷിപ്പിൽ സമ്മതം, കൺസെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു റിലേഷൻഷിപ്പിൽ കൺസെന്റ്? ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതിൻ്റെ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു ബേസ് എന്ന് പറയുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ കൺസെന്റ്, ട്രസ്റ്റ്, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഇതൊക്കെയാണ്. അപ്പം ഈ പറയുന്ന കൺസെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതിപ്പം നമ്മളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലായി അല്ലെങ്കിൽ മാരേജ് കഴിഞ്ഞു ഏതാണെന്നുണ്ടെങ്കിലും ഇപ്പം കൺസെന്റ് എന്ന് പറയുന്നത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അതേപോലെ തന്നെ ഇപ്പം ഇന്നലെ കൺസെന്റ് ഉണ്ട് അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം കൺസെന്റോടുകൂടി നമ്മൾ സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെട്ടു, പക്ഷെ ഇന്ന് രാത്രി നോ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ നോ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം എന്നുള്ളതാണ്. അത് സെക്സ് എന്നുള്ളൊരു കാര്യത്തിലേക്ക് മാത്രമല്ല, ഈവൻ ഇപ്പം നമ്മുടെ പേഴ്സണൽ സ്പേസ്, ബൗണ്ടറീസ്, ഇപ്പം നമ്മുടെ ഫോണിലെ പാസ്വേഡ് ചോദിക്കുക അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഷെയർ ചെയ്യുക, ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന കൺസെന്റ് വളരെ വാലിഡ് ആണ്. അപ്പം കൺസെന്റോട് കൂടിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അതേപോലെ തന്നെ കൺസെന്റ് ഓൺഗോയിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സുമാണ്. നമുക്ക് എപ്പോഴും അത് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അതേപോലെ ഒരാൾ നോ പറയുകയാണെങ്കിൽ ആ നോ എന്ന് പറയുന്നത് നോ തന്നെയാണ് എന്നുള്ളത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം എന്നുള്ളതാണ്. ഒരു റിലേഷൻഷിപ്പിൽ ട്രസ്റ്റ് നഷ്ടപ്പെട്ടാൽ എങ്ങനെ നമുക്കത് വീണ്ടെടുക്കാൻ പറ്റും? ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണത്. അപ്പം ട്രസ്റ്റ് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് പലപ്പോഴും അവിടെ ഒരു തേർഡ് പേഴ്സൺ ഇൻവോൾവ് ആവുന്ന സമയത്തൊക്കെയാണ് പലപ്പോഴും ഇത്രയും വലിയൊരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സായിട്ട് അത് മാറുക. അങ്ങനെ വരുന്ന സമയത്ത് ആരുടെ ഭാഗത്താണോ തെറ്റ് സംഭവിച്ചത് അവർ അതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി,
ആ കാര്യങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് അവർ എൻഷുർ ചെയ്യുക. അപ്പം നമ്മൾക്ക് ചിലപ്പോൾ ബ്ലെയിം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും, നീ ഇങ്ങനെ ആയതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പോയത് എന്നുള്ള രീതിയിലുള്ള കോൺവെർസേഷൻസ്. അപ്പോൾ പരസ്പരം ബ്ലെയിം ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും ഗ്യാസ് ലൈറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ടെൻഡൻസീസ് ഉണ്ടാവും. അത് ഒഴിവാക്കിയിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പറ്റിപ്പോയി എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുത്തു. പിന്നെ അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഫൊഗീവ് ആൻഡ് ഫൊഗെറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. അത് പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർക്ക് അത്ര എളുപ്പത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമൊന്നും അല്ല ഈ പറയുന്നത്. അപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർക്ക് ഇതിന് കുറച്ച് സമയം വേണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവർ ഇത് മറന്നു എന്ന് പറഞ്ഞാലും ചിലപ്പം ഒരു 2 മാസം കഴിഞ്ഞ് നിങ്ങൾ ജോലി കഴിഞ്ഞ് ലേറ്റായി വരുന്ന സമയത്ത് ചിലപ്പോൾ ഇതേ ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർക്കും ഇതിൽ നിന്നൊന്ന് മൂവ് ഓൺ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പം നിങ്ങൾ എത്രത്തോളം ട്രാൻസ്പെറൻ്റ് ആയിരിക്കുന്നോ അത് അത്രത്തോളം ആൾക്കും കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു കാര്യമായിരിക്കും. പിന്നെ രണ്ടുപേർക്കും ഒരുമിച്ച് നാവിഗേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കപ്പിൾ തെറപ്പിസ്റ്റിനെ കാണുന്നത് നല്ലതായിരിക്കും. അത് നിങ്ങളെ ഈ അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് സംസാരിക്കുക എന്നുള്ളത് മാത്രമല്ല, റിലേഷൻഷിപ്പ് ഡൈനാമിക്സ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ എപ്പോഴും ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്നും നിർബന്ധമില്ലല്ലോ. നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. ആ ക്വസ്റ്റ്യനും വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യം. നിങ്ങൾക്ക് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ യു ക്യാൻ ഓൾവേസ് മൂവ് ഫോർവേഡ്. ഇന്ന് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ടോക്സിക്. അത് ഏറ്റവും കൂടുതൽ റിലേഷൻഷിപ്പുകളിലാണ് കേൾക്കുന്നത്. എപ്പോഴാണ് ഒരു റിലേഷൻഷിപ്പ് ടോക്സിക് ആണെന്ന് നമുക്ക് തോന്നുന്നതും എപ്പോഴാണ് ആ ഒരു കപ്പിൾസ് അതിൽ നിന്ന് പിന്മാറേണ്ടത്? അപ്പോൾ നമുക്ക് നമ്മുടെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്തുള്ളൊരു ഒരു കംഫർട്ടബിലിറ്റി ഇല്ലേ, നമുക്ക് എന്തും പറയാം, എങ്ങനെയും പറയാം, എന്ത് ചളി വേണമെങ്കിലും പറയാം, ഏത് ഡ്രസ്സിൽ വേണമെങ്കിലും സംസാരിക്കാം, എന്ത് കാര്യവും പറയാം. കാരണം നമുക്ക് അവിടെ ഒരു സേഫ് സ്പേസ്, നമ്മൾ ഒരിക്കലും ജഡ്ജ് ചെയ്യില്ല. ആ ഒരു സ്പേസ് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് വേണം എന്നുള്ളതാണ്. അത് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, മാരേജിന് ശേഷം ആയിക്കോട്ടെ. ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് വരുന്ന സമയത്ത് അവിടെ ഒരുപാട് കൺട്രോൾ വരാൻ സാധ്യതയുണ്ട്. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ പാർട്ട്ണറുടെ കൺട്രോളിലായിരിക്കും നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോണത്. 5 മണിക്ക് എന്നെ ജോലിക്ക് ഇറങ്ങണം, 5:10 ആകുമ്പോഴത്തേന് എന്നെ വിളിക്കണം, നീ എന്തിനാ അത്രയും നേരം അവിടെ നിൽക്കണത്, അങ്ങനെയുള്ള ഒരുപാട് എലമെന്റ്സ് അതിൽ വരുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു കൺട്രോൾ, ഇപ്പം നീ അവിടെ പോരുത്, ഇവിടെ പോരുത്, ഇന്ന ആളോട് സംസാരിക്കരുത്, ഇന്ന ഡ്രസ്സ് ഇടരുത്. അപ്പോൾ ആ കൺട്രോൾ വരുന്ന സമയത്ത് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർക്ക് ലൈഫ് ബിക്കംസ് വെരി ഡിഫിക്കൾട്ട്. കാരണം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരാളുടെ അടുത്ത് നിന്ന് പെർമിഷൻ സീക്കേണ്ട ഒരു അവസ്ഥയാണ്. ചിലപ്പോൾ ഒരു 20s ശേഷം നമ്മൾ പേരൻസ് പോലും ചിലപ്പം നമ്മുടെ അടുത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ളത് പറയുന്നുണ്ടാവില്ല. അപ്പോഴാണ് ഒരു പാർട്ട്ണർ ഇത്തരത്തിലുള്ള രീതിയിൽ കൺട്രോൾ ചെയ്യണത്. അപ്പം അത് ഒരു കൺട്രോളിങ് വരിക, അല്ലെങ്കിൽ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മളെ അടുത്ത് ഭയങ്കര മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ട് നിന്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റുള്ളതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ചെയ്തത്, അതായത് ഇപ്പം നീ ഞാനും വഴക്ക് കൂടിയതുകൊണ്ടല്ലേ ഞാൻ ഡ്രിങ്ക്സ് കഴിച്ച് ബഹളം വെച്ചതും പ്രശ്നം ഉണ്ടാക്കിയതൊക്കെ. അപ്പം ഡ്രിങ്ക്സ് കഴിച്ചതും ബഹളം ഉണ്ടാക്കിയതൊക്കെ എൻ്റെ പ്രശ്നമാണ്, പക്ഷെ ഐ എം ബ്ലെയിമിങ് ഇറ്റ് ഓൺ ദി അതർ പേഴ്സൺ. നീ ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാനിങ്ങനെ പറയില്ലായിരുന്നല്ലോ എന്നുള്ള രീതിയിൽ. അപ്പം അത്തരത്തിലുള്ള എലമെന്റ്സ് ഒക്കെ വരുമ്പോൾ അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് തന്നെയാണ്. ഈ സെക്സ് എഡ്യൂക്കേഷൻ നമ്മൾ പറയുമ്പം ഈ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും എങ്ങനെയാണ് അത് വേർതിരിച്ച് നമ്മൾ അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കേണ്ടത്? തുടക്കത്തിലൊക്കെ നമുക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികളും ഒരേപോലെ തന്നെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പം നമ്മുടെ പ്രൈവറ്റ് ബോഡി പാർട്സിൻ്റെ പേരുകളാണെന്നുണ്ടെങ്കിലും, അതേപോലെ തന്നെ ഇപ്പം ഈ പറയുന്ന സേഫ് ടച്ച് അല്ലെങ്കിൽ അൺസേഫ് ടച്ച് എന്ന് പറയുന്ന കോൺസെപ്റ്റുകളാണെങ്കിലും അതൊക്കെയും ഒരേപോലെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഏജ് മാറുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും കുട്ടികൾക്കും ക്യൂരിയോസിറ്റി ഉണ്ടാവും. അപ്പം ആൺകുട്ടികൾ ചിലപ്പോൾ വിചാരിക്കുക അവരെ ബോഡി പോലെ തന്നെയാണ് പെൺകുട്ടികളുടെ ബോഡിയും ചിലപ്പോൾ വിചാരിക്കും. നേരെ തിരിച്ചും നമ്മൾ വിചാരിക്കും. 4-5 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ അങ്ങനത്തെ ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഏജിനനുസരിച്ച് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ അതേപോലെ തന്നെ സെക്സ് എഡ്യൂക്കേഷൻ്റെ കൂടെ തന്നെ പരസ്പരം നമ്മൾ റെസ്പെക്ട് ചെയ്യാനും എംപത്തറ്റിക് ആവാനും ഇത്തരത്തിലുള്ള വാല്യൂസും കൂടി നമ്മൾ അതിൻ്റെ കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നമ്മൾ അതിനനുസരിച്ച് പറഞ്ഞു കൊടുക്കാം. പിന്നെ ഏറെക്കുറെ സെയിം കണ്ടന്റ് തന്നെയാണ് നമ്മൾ രണ്ടുപേരെടുത്തും പറയേണ്ടത്. അല്ലാതെ നമ്മൾക്ക് പണ്ട് ക്ലാസ്സിലൊക്കെ ഉള്ള പോലെ സ്കൂളുകളിലൊക്കെ ഉണ്ടാവും. ഇപ്പം ഞാനൊക്കെ ഒരു 8th 9th പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു, എല്ലാ പെൺകുട്ടികളെ മാത്രം ഒരു ക്ലാസ് റൂമിൽ ഇരുത്തിയിട്ട് പീരിയഡ്സിനെ കുറിച്ചിട്ടും അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയും. അപ്പൊ ആൺകുട്ടികൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി അവിടെ എന്താ നടക്കണം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആൺകുട്ടികളുടെ അടുത്തും പീരിയഡ്സിനെ കുറിച്ചിട്ടും ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കണം. അവർക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ട്രസ്റ്റഡ് സോഴ്സിൽ നിന്നുള്ള നോളജ് വേണം. അപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസ് വരുത്തിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ഈ ലൈംഗിക താല്പര്യക്കുറവ് ഇല്ലെങ്കിൽ ലൈംഗിക പ്രശ്നങ്ങൾ, ഇതിൽ നമ്മുടെ മെന്റൽ സ്ട്രെസ്സിന് എന്തെങ്കിലും പങ്കുണ്ടോ?
ഒരുപാട് പങ്കുള്ള കാര്യമാണ്. ഇപ്പം അതായത് ഇപ്പം ഒരു ലോ മൂഡ് അല്ലെങ്കിൽ ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു എപ്പിസോഡിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ സെക്സ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനോട് താല്പര്യം കുറവായിരിക്കാം. പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഭയങ്കര ആൻസൈറ്റി ഉള്ള ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ, ബോഡി ഇമേജ് ഇഷ്യൂസ് ഉള്ള ആൾക്കാരുണ്ടാവും. ഇപ്പം എൻ്റെ ബോഡി വേറെ ആൾ കാണുന്ന സമയത്ത് അയാളെ എങ്ങനെ പെർസീവ് ചെയ്യാന്നുള്ളത് ആലോചിച്ചിട്ടുള്ള ഒരു ടെൻഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവിടെയൊക്കെയും ഈ പറയുന്നത് പോലെ നമുക്ക് താല്പര്യക്കുറവ് വരാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ഇതാണ്. ഈവൻ ഇപ്പോൾ നമ്മൾ പാർട്ട്നേഴ്സിൽ ഇപ്പോൾ പെയിൻ ഡ്യൂറിങ് സെക്സ്, ഫീമെയിൽസിൽ വെജാനിസ്മസ് ഈ ഇഷ്യൂസ് ഉള്ളത് കൂടുതലും ആൻസൈറ്റി കാരണം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ആ ആൻസൈറ്റി എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്ത് ഇഷ്യൂ തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ പുരുഷന്മാരിൽ നമ്മൾക്ക് ഇറക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുക, അല്ലെങ്കിൽ പ്രീമച്യൂർ എജാക്കുലേഷൻ ഉണ്ടാവുക, ഇതിനൊക്കെയും ഒരു സൈക്കോളജിക്കൽ പാർട്ട് കൂടി ഉണ്ട്, വിച്ച് ഈസ് മോസ്റ്റ്ലി ലിങ്ക് ടു ആൻസൈറ്റി. അപ്പം സെക്സ് എന്ന് പറയുന്നതിലും ഇപ്പോൾ താല്പര്യക്കുറവാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളിലാണെങ്കിലും മെന്റൽ ഹെൽത്തിന് ഒരു ഇമ്പോർട്ടൻറ്റ് പങ്കുണ്ട്. അപ്പം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പണ്ട് നമ്മൾ ഈ മാസ്ട്രബേഷൻ, ഓർഗാസം എന്നൊക്കെ പറയുമ്പം അറിയത്തില്ല. ഇപ്പം ഇന്നത്തെ ഒരു ജനറേഷൻ വന്നപ്പോഴത്തേക്കും ഇതൊരു കോമൺ വാക്കാണ്, എല്ലാവരും ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളാണെന്ന്. ഇതൊരു ആരോഗ്യകരമായ ഒരു കാര്യമാണോ? പിന്നെ എന്തൊക്കെ ഒരു മിത്താണ് ഇതിനുള്ളിൽ ഈ സമൂഹത്തിൽ ഒളിഞ്ഞു കിടക്കുന്നത്? മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സെക്ഷൽ ഡെവലപ്മെന്റ് പ്രോസസ്സിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. അതായത് നമുക്ക് നമ്മുടെ പ്ലഷറബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും നമ്മുടെ ബോഡി പാർട്സിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് മാത്രമല്ല, സെക്സ് എന്ന് പറയുന്നതിന് തൊട്ട് മുന്നേ എല്ലാവരും മാസ്റ്റർബേഷൻ എന്നുള്ള ഒരു ഇതിലേക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. മിത്സ് എന്ന് പറഞ്ഞാൽ ഒരുപാടാണ്. നമുക്ക് കണ്ണ് കാണാതെ പോവും, നമ്മുടെ ബുദ്ധി കുറഞ്ഞു പോവും, നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചു പോവും, സ്ട്രെങ്ത് പോവും, വീക്കായി പോവും, ഇങ്ങനെയുള്ള ഒരുപാട് മിത്സ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം റിലീജിയസ് ആയിട്ടും കൾച്ചറൽ ആയിട്ടും ഒരുപാട് മിത്തുകൾ ഇതിന് ചുറ്റുപറ്റും ഉണ്ട്. അതായത് ഇത് പാടില്ല, ഇത് തെറ്റാണ് എന്നുള്ള ഒരു തോന്നലുള്ളതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായതുകൊണ്ട് എന്തുകൊണ്ട് എന്നുള്ളതിനൊരു എക്സ്പ്ലനേഷൻ പറയാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള മിത്സ് ആണ് പലപ്പോഴും നമ്മുടെ ഒരു കൾച്ചറലി നമ്മളത് നോ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത് വളരെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ഹ്യൂമൻ സെക്ഷൽ ബിഹേവിയറിന്റെ ഭാഗമാണ്. പക്ഷെ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഓക്കെ ആണ് അല്ലെങ്കിൽ ആരോഗ്യകരമാണെന്ന് വെച്ചിട്ട് എന്തും അമിതമായാലും പ്രശ്നമാണല്ലോ. അപ്പൊ നമ്മൾ ഈ മാസ്റ്റർബേഷന്റെ ഫ്രീക്വൻസിയും ഇന്റൻസിറ്റിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരാൾ ഒരുപാട് പ്രാവശ്യം ഒരു ദിവസം മാസ്റ്റർബേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതാണ്. അത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യത്തിൽ നിന്നുള്ള ഒരു എസ്കേപ്പ് ആയിരിക്കാം, അമിതമായിട്ടുള്ള ഒരു ആൻസൈറ്റിയോ ബുദ്ധിമുട്ടുകളോ വരുന്ന സമയത്തുള്ള ഒരു കോപ്പിംഗ് മെക്കാനിസം ആയിരിക്കാം. അത് ക്വസ്റ്റ്യനബിൾ ആണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു ഹെൽപ്പ് സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും. ഈ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ നിന്നും ഇന്റർനെറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ഈ ലൈംഗിക വിവരങ്ങൾ നമുക്കൊന്നും അറിഞ്ഞുകൂടാതെ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് മാത്രം നോക്കുന്ന കാര്യങ്ങളുണ്ടാവും. ഇത് എത്രത്തോളം വിശ്വസനീയമാണ്? അതുപോലെ തന്നെ ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ നമ്മൾ റിയാലിറ്റിയുമായിട്ട്? നമുക്ക് ഒരുപാട് കണ്ടന്റ്സ് അവൈലബിൾ ആണ് ഓൺലൈനായിട്ട്. അതിൽ നമ്മൾ എന്തെടുക്കണം ഏതെടുക്കണം എന്നുള്ളതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, ഏതോ ആയിക്കോട്ടെ, ട്രസ്റ്റഡ് സോഴ്സിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നോളജ് അവൈലബിൾ ആണ്. ഇപ്പം നമ്മൾ ഈ പറയുന്ന ഓൺലൈൻ വിവരങ്ങൾ എന്ന് പറയുന്നതിൽ മേജർ സോഴ്സ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഒക്കെ തന്നെയാണ്. അപ്പോൾ അതിൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ സംസാരിക്കുന്നുണ്ടാവും. ഇപ്പം സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുടെ ടോക്കുകൾ ഉണ്ടാവും, പോഡ്കാസ്റ്റുകൾ ഉണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നാണ് നിങ്ങൾ ഒബ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഗൂഗിളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടിച്ചു നോക്കി ആദ്യം വരുന്ന കാര്യങ്ങളല്ലാതെ തന്നെ ഗൂഗിളിൽ ഒരുപാട് റിസർച്ച് പേപ്പേഴ്സ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ സെക്സ് റിലേറ്റഡ് മെറ്റീരിയൽസ്, ഇപ്പം സെക്സ് എഡിന് വേണ്ടിയിട്ടുള്ള കുറേ PDF-കൾ, നമുക്ക് എങ്ങനെ മറ്റുള്ള ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതിന്, ഇതിനൊക്കെ ഒരുപാട് ബുക്സും കാര്യങ്ങളൊക്കെ ഇതൊക്കെയും നമ്മൾ ഈ പറയുന്ന ഗൂഗിളിൽ അവൈലബിൾ ആണ്. അപ്പം അതിൽ നമ്മൾ ട്രസ്റ്റഡ് സോഴ്സിൽ നിന്ന് മാത്രം നോളജ് എടുക്കുക എന്നുള്ളതാണ്. അപ്പം ഒരാളിരുന്ന് സംസാരിക്കുന്നു ഡസൻ മീൻ അവർക്ക് ആ കാര്യത്തിനെ കുറിച്ച് വിവരം ഉണ്ട് എന്നുള്ളത്. ഇപ്പം ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുന്നതുകൊണ്ട് മാത്രം നിങ്ങൾ എന്നെ ഒരു ട്രസ്റ്റഡ് സോഴ്സ് ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. അപ്പം എൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, ഞാൻ എന്താണ് പഠിച്ചത്, ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതൊക്കെയും അറിയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഞാനൊരു ട്രസ്റ്റഡ് സോഴ്സായി മാറും എന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ആർക്കും ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കാനുള്ള ഒരു സ്പേസും കൂടി ഇന്റർനെറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള മിത്തുകളിലേക്ക് പോയി, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോയി ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇന്ന് സമൂഹത്തിൽ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് സെക്സ്റ്റിംഗ്. ഈ മെസ്സേജുകളിലൂടെയും ചിത്രങ്ങളിലൂടെയുമുള്ള സെക്സ് പരമായിട്ടുള്ള ആശയം, ഇത് കമ്മ്യൂണിക്കേഷൻ.
അതിന് എത്രമാത്രം ഈ സൈബർ സുരക്ഷകളുണ്ട്? സൈബർ സുരക്ഷയെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല കേട്ടോ. സൈബർ സുരക്ഷ ഇപ്പോൾ എല്ലാ ഡേറ്റും എൻക്രിപ്റ്റഡ് ഒക്കെയാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ വ്യൂ വൺസ് ആയിട്ടും അല്ലെങ്കിൽ സ്നാപ്പായിട്ടൊക്കെ അയക്കുന്ന സമയത്തും നമുക്ക് അതൊക്കെ റിട്രീവ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസും ഇപ്പുറത്തുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് കുട്ടികളോട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സെക്സ് എഡ്യൂക്കേഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ സെക്ഷൽ അബ്യൂസ് എന്ന് പറയുന്ന സമയത്ത് പണ്ടൊക്കെ ആയിരുന്നു ഇപ്പം ടച്ച് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്തിരുന്നത്. ഇപ്പം ടച്ച് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ വേണമെന്നില്ല. അപ്പം കുട്ടികൾ ഒരുപാട് ഗെയിംസ് ഒക്കെ കളിക്കുമല്ലോ. അപ്പൊ ആ ഗെയിംസ് കളിക്കുന്ന ചാറ്റ് റൂമുകളിൽ ഇത്തരത്തിലുള്ള കോൺവെർസേഷൻസ് ഉണ്ടാവാറുണ്ട്, ടെക്സ്റ്റിംഗ് വഴിയും അല്ലാതെ വോയിസ് വഴിയൊക്കെ. അപ്പം അതിലൊക്കെയും നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെയും ബൗണ്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുട്ടികളുടെ അടുത്ത് ആദ്യമേ ഈ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലൊരു കാര്യമായിരിക്കും. ഇനി അല്ല അഡൽട്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെ രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാവാന്നുള്ളതും നമുക്കൊക്കെ അറിയണ കാര്യമാണ്. അപ്പം നമ്മൾ അതും കൂടി മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് എടുത്ത് ചാടാൻ എന്നുള്ളതാണ്. എന്ന് വെച്ചിട്ട് ഇപ്പോൾ ഇത് തെറ്റായിട്ടുള്ള കാര്യമോ അല്ലെങ്കിൽ അബ്നോർമൽ ആയിട്ടുള്ള കാര്യമോ ഒന്നുമല്ല. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു സൈബർ സുരക്ഷ, നമുക്കൊരു പ്രൈവസി എന്ന് പറയുന്നത് ഇപ്പോൾ ക്വസ്റ്റനബിൾ ആയിട്ടുള്ള ഒരു കാലഘട്ടമല്ലേ. അപ്പം അത്തരത്തിലുള്ള ഇഷ്യൂസ് നമ്മളൊന്ന് മനസ്സിൽ വയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. ഈ പോൺ വീഡിയോകൾ കണ്ടിട്ട് എൻ്റെ പാർട്ട്ണർ അതുപോലെ ആകണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. യഥാർത്ഥത്തിൽ ഒരു പാർട്ട്ണർ ഇല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം? ഇപ്പം വെൻ ഇറ്റ് കംസ് ടു സെക്സ്, സത്യം പറഞ്ഞാൽ ഈ കല്യാണത്തിന് മുന്നേ തന്നെ നിങ്ങളുടെ സെക്ഷൽ പ്രിഫറൻസസിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് എനിക്ക് കംഫർട്ടബിൾ ആയിരിക്കണതല്ല തനിക്ക് ചിലപ്പോൾ കംഫർട്ടബിൾ ആയിട്ടുണ്ടാവുക. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ആദ്യമേ സംസാരിക്കണം എന്നുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വെൻ ഇറ്റ് കംസ് ടു മാരേജ് അല്ലെങ്കിൽ ലിവിങ് ടുഗെദർ, അവിടെ വരുമ്പോൾ നമ്മൾ സെക്ഷൽ പ്രിഫറൻസസും ഇതൊക്കെ അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഒരേപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം പോൺ വീഡിയോസ് കാണുന്നത് തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ പോൺ വീഡിയോസ് കാണുന്നത് ഈ പറഞ്ഞ പോലെ ഒരു ഹെൽത്തി സെക്ഷൽ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടൊക്കെ വരുന്നത്. പക്ഷെ അത് തന്നെയാണ് റിയൽ ലൈഫ് എന്ന് ചിന്തിക്കുന്നിടത്താണ് പ്രശ്നം വരുന്നത്. കാരണം ഇതൊരു കണ്ടന്റിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യുന്ന കാര്യം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരുപാട് ഡിഫറൻസസ് ഉണ്ടാവും. ഇപ്പം ഒരുപാട് പേര് പറഞ്ഞ് കേൾക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം പോൺ വീഡിയോസിലൊക്കെ കാണുന്ന ആളുകളുടെ ജെനൈറ്റൽ ഓർഗൻ അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്സിന്റെ അവിടുത്തെ കളറല്ല എൻ്റെ ഭാര്യയ്ക്ക് ഉള്ളത്. അല്ലെങ്കിൽ ചില പുരുഷന്മാർ പറയാറുണ്ട്, നമ്മൾ പേഷ്യൻസ് ആയിട്ട് വരുന്നവരൊക്കെ ഇപ്പം അവർ പോൺ വീഡിയോസിൽ കാണുന്ന സ്റ്റാർസുമായിട്ട് അവർ പീനസിന്റെ ലെങ്ത് കമ്പയർ ചെയ്യുക, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരുമ്പം അതൊരു പ്രോബ്ലം ആണ്. അപ്പം ഈ ഒരു അവയർനെസ് നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അതായത് പോൺ വീഡിയോസ് എന്ന് പറയുന്നതല്ല റിയാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പാർട്ട്ണർക്ക് നോ ആണെന്നുണ്ടെങ്കിൽ ആ നോ നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ചിലർക്ക് ചില കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. സെക്ഷൽ പ്ലഷർ ചിലപ്പോൾ ആ ഒരു രീതിയിൽ മാത്രമേ കിട്ടുകയുള്ളൂ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ആദ്യമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബന്ധം തന്നെ മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് ആദ്യമേ തീരുമാനിക്കാമല്ലോ. ആൺകുട്ടിയോ പെൺകുട്ടിയോ അങ്ങനെയില്ല. ഒരു കുട്ടിക്ക് ഇപ്പം സ്കൂളുകളൊക്കെ തുറന്നു, ഇപ്പം സ്കൂളുകളിൽ ഇതുപോലെ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച് എങ്ങനെയായിരിക്കണം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? ഇപ്പം നമ്മൾ ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച് എന്നുള്ള ഒരു ഇതിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടി സേഫ് ആൻഡ് അൺസേഫ് ടച്ച് എന്നുള്ള ഒരു ഇതിലേക്ക് മാറി. ഇപ്പം സത്യം പറഞ്ഞാൽ കുറച്ചുകൂടി മാറിയിട്ട് നമ്മളൊരു സ്പേസ് എന്നുള്ള ഒരു ഇതിലേക്ക് മാറി. അതായത് ഫ്രണ്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ആ ഒരു സ്വിം സ്യൂട്ടിൽ കവർ ചെയ്യുന്ന സ്പേസസ് എന്നുള്ളതൊക്കെ തന്നെ. പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പ്രൈവറ്റ് പാർട്സിൽ തൊട്ടുകൊണ്ട് മാത്രം ആയിരിക്കണം അബ്യൂസ് നടക്കുന്നത് എന്ന് നിർബന്ധമില്ല എന്നുള്ളതാണ്. ആ ടച്ച് ചിലപ്പോൾ നമ്മുടെ കയ്യിലോ നമ്മുടെ തോളത്തോ ഒക്കെ ആവാം. അപ്പം നമ്മൾ കുട്ടിയുടെ അടുത്ത് ഈ സ്വിം സ്യൂട്ടിൽ കവർ ചെയ്യുന്ന പാർട്സിൽ തൊട്ട് കഴിഞ്ഞാൽ അത് നോ പറയണം എന്നുള്ള രീതിയിൽ മാത്രം പഠിപ്പിച്ചിട്ട് കാര്യമില്ല. അവിടെ നമ്മൾ കുട്ടിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് അൺകംഫർട്ടബിൾ ആണോ എന്നുള്ളതാണ്. നമ്മളെ ഒരാൾ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി കംഫർട്ടബിൾ അല്ലെങ്കിൽ നമ്മുടെ ബോഡി ആദ്യമേ അത് സെൻസ് ചെയ്യും. ആ ഒരു സൊമാറ്റിക് സെൻസ് നമുക്ക് ഓൾറെഡി ഉള്ളതാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം. അപ്പം നമ്മുടെ ബോഡി അൺകംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ അവിടെ ആ കുട്ടിയുടെ അടുത്ത് നോ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പറയണം എന്നുള്ളതാണ്. അത് ആരാണെന്നുണ്ടെങ്കിലും.
കാരണം ഒരിക്കലും ഒരു സെക്ഷൽ അബ്യൂസ് അല്ലെങ്കിൽ ഒരു പ്രിഡേറ്റർ വന്നിട്ട് ആദ്യം തന്നെ പ്രൈവറ്റ് ബോഡി പാർട്സിലേക്ക് ആയിരിക്കണം എന്നുള്ള രീതിയിലില്ല. കാരണം നമ്മളെല്ലാവരും ചുറ്റുപാടും കേൾക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ കയ്യിലും കാലിലും ഒക്കെ തൊട്ടിട്ടുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പെൺകുട്ടികളോട് മാത്രമല്ല ആൺകുട്ടികളോടും പറയണം. കാരണം ആൺകുട്ടികൾക്ക് സംഭവിക്കുന്ന ഇത്തരത്തിലുള്ള ഇൻസിഡൻസ് പലപ്പോഴും നമ്മൾ കുറച്ച് കാണാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് എന്നുള്ളതാണ്. അപ്പം രണ്ടു പേരോടും നമ്മൾ പറയേണ്ടതാണ്, അൺകംഫർട്ടബിൾ ആണോ നിങ്ങൾക്ക്, നോ പറയണം. അതേപോലെ തന്നെ അത് അച്ഛനോടോ അമ്മയോടോ ആരെയാണോ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് അവരെടുത്ത് വന്ന് പറയണം എന്നുള്ളതാണ്. അത് പറയുമ്പം ചിലപ്പോൾ പേരന്റ് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ നമുക്ക് ആൻസൈറ്റി തോന്നാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറ്റബോധം തോന്നുമായിരിക്കാം. പക്ഷെ അത് കുട്ടികളുടെ അടുത്ത് റിഫ്ലക്റ്റ് ചെയ്യാതെ അതിന് വേണ്ട മറ്റു കാര്യങ്ങൾ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക അത് ചെയ്യാന്നുള്ളതാണ്. പിന്നെ അതേപോലെ ഇത് പറയുമ്പം ഒരു ട്രസ്റ്റഡ് സോഴ്സ് ഉണ്ടാവും. ഇപ്പം ഡോക്ടർ ചിലപ്പം സ്റ്റെതസ്കോപ്പ് വെച്ച് ചെസ്റ്റിൽ തൊടുന്നത് അവിടെ നമുക്ക് ചിലപ്പോൾ നോ പറയാൻ പറ്റിക്കോളണമെന്നില്ല, അല്ലെങ്കിൽ അത് നോ പറയേണ്ട ഒരു കാര്യമല്ല, അത് ആവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പം ആ കാര്യങ്ങളും കൂടി നമുക്ക് കുട്ടികളുടെ അടുത്ത് പറയാൻ പറ്റണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അൺകംഫർട്ടബിൾ ആണോ അല്ലയോ എന്നുള്ളത് നോക്കുക എന്നുള്ളത്. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം. ഒരു അഡോൾസൻസ് ആയിട്ടുള്ള ഒരു ഏജിൽ വരുന്ന ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവർക്ക് അറിഞ്ഞൂടാത്ത ഒരു പെട്ടെന്നുള്ള ഒരു ഏജ് ചേഞ്ചിൽ അവർ ഈ ഓൺലൈനിലൊക്കെ ഈ സെക്ഷൽ കണ്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാറുണ്ട്. ചിലപ്പോൾ അമ്മ, വീട്ടുകാർ, രക്ഷകർത്താക്കൾ അത് കാണാറുണ്ടാവും. എങ്ങനെ ആയിരിക്കണം മാതാപിതാക്കൾ ആ ഒരു ഏജിൽ അവരോട് പ്രതികരിക്കേണ്ടത്? ഇപ്പം സെക്സ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് വരുന്നതും അവിടെയാണ്. അതായത് കുട്ടികൾ ഇത്തരത്തിലുള്ള സോഴ്സസ് തിരഞ്ഞു പോകുന്നതിന് മുൻപേ പേരൻസിൽ നിന്ന് തന്നെ അത്തരത്തിലുള്ള നോളജ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, കാരണം പേരൻസ് എന്ന് പറയുന്നത് ട്രസ്റ്റഡ് ആയിട്ടുള്ള ആള്, നമുക്ക് തീരുമാനിക്കാം കുട്ടി എന്തൊക്കെ കാര്യങ്ങൾ ഏത് അറ്റം വരെ അറിയണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻസിഡൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനി ഇൻ കേസ് ഇപ്പം നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ല, അപ്പോൾ കുട്ടി ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കണ്ടന്റ് വാച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ വായിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ പഴയ സിനിമയിൽ നമ്മൾ സ്ഫടികത്തിൽ തിലകനൊക്കെ ചെയ്യുന്ന പോലെ എടുത്തിട്ട് അടിക്കുക എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി ഇനി അത്തരത്തിലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മാത്രമല്ല, എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ കുട്ടി ജന്മം ചെയ്ത് കഴിഞ്ഞാൽ പേരൻസിൻ്റെ അടുത്തേക്ക് വന്ന് പറയില്ല എന്നുള്ളതാണ്. അപ്പൊ കുട്ടിയുടെ അടുത്ത് അത്തരത്തിലുള്ള ഇഷ്യൂസ് വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരാം, സങ്കടം വരാം, ബുദ്ധിമുട്ട് വരാം. എത്ര അൺകംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിലും വളരെ ക്ഷമയോടുകൂടി അച്ഛനും അമ്മയും ഒരുമിച്ചിരുന്ന് കുട്ടികളുടെ അടുത്ത്, ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് കൃത്യമായിട്ടൊന്ന് സംസാരിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ അവരുടെ അടുത്ത് ഇനി ഇങ്ങനെയുള്ള സോഴ്സിലേക്ക് പോവണ്ട, എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ പേരൻസ് ഇവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നതും നല്ലതായിരിക്കും. ഇനിയിപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോവുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് സെക്സ് എഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒതന്റിക് സോഴ്സസിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് കുട്ടികളെ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതുപോലെ തന്നെയാണ് ജെൻഡർ ഐഡന്റിറ്റി. ഇന്ന് ഇതുപോലെ LGBTQ, ട്രാൻസ്ജെൻഡർ, ഗേ അങ്ങനത്തെ ഉള്ളത്. അപ്പം ഇന്നും ഈ സമൂഹത്തിലെ ആൾക്കാർക്ക് ഇതിനോടൊരു വെറുപ്പാണ്, എതിർപ്പാണ്. വളർന്നു വരുന്ന കുട്ടികൾക്കും ഇതേ സാധനമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാം? എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസവും എങ്ങനെ കുട്ടികൾക്ക് നമുക്ക് ഇത് ലളിതമായി പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഇതിൽ ബേസിക് ആയിട്ട് നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, ഏത് സെക്ഷൽ എക്സ്പ്രഷനോ എന്തോ എങ്ങനെ ആയിക്കോട്ടെ നമ്മളെല്ലാവരും മനുഷ്യരാണല്ലോ. അപ്പോൾ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എംപത്തറ്റിക് ആയിട്ട് പെരുമാറാൻ കഴിയാന്നുള്ളതാണ്. അപ്പം അതിന് നമ്മൾ പേരൻസും നോൺ ജഡ്ജ്മെന്റൽ ആയിരിക്കണം. ഇപ്പം ഞാൻ ഇരുന്നിട്ട് ചുറ്റുപാടും കാണുന്ന ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ കമൻ്റ് അടിക്കുക, അവരുടെ അടുത്ത് മോശമായിട്ട് ട്രീറ്റ് ചെയ്യുക, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ എനിക്ക് കുട്ടിയുടെ അടുത്ത് അവിടെ നോ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുട്ടികളുടെ അടുത്ത് മനുഷ്യരെ എങ്ങനെയോ ആയിക്കോട്ടെ അവിടെ ബേസിക് ആയിട്ട് റെസ്പെക്റ്റ് ചെയ്യാനും എംപത്തറ്റിക് ആവാനും കഴിയുക എന്നുള്ളതാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള എന്തെങ്കിലും കമൻസോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് അത് തിരുത്താനും പറ്റണം. ഇതിൽ നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യരല്ലേ, നമ്മളെല്ലാവരുടെ അടുത്തും റെസ്പെക്റ്റ് ചെയ്ത് എംപത്തറ്റിക് ആയിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ കുട്ടികളുടെ അടുത്ത് പറയേണ്ടത്. അവരെങ്ങനെയുള്ള വ്യക്തികളോ ആയിക്കോട്ടെ അവിടെ നമുക്ക് എംപത്തറ്റിക് ആവാൻ പറ്റുന്നുണ്ടോ, റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അവിടെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. പക്ഷേ കുട്ടികളുടെ അടുത്ത് ഞാനിപ്പോൾ എൻ്റെ മകൻ്റെ അടുത്തോ മകളുടെ അടുത്തോ ഈ കാര്യം പറയുന്ന സമയത്ത് ഞാനും കൂടി അങ്ങനെ ആവണ്ടേ? അപ്പം ഞാനീ കാണുന്ന എല്ലാവരുടെ അടുത്തും മോശമായിട്ട് കമൻറ്റ് ചെയ്യുക, സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആരെങ്കിലും ഒരാളുടെ വീഡിയോ കാണുമ്പം നമ്മൾ വളരെ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ കുട്ടി എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വ്യക്തികളെയും കൂടി റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ളത് പഠിക്കുക. അപ്പം തെറ്റ് തിരുത്തേണ്ടത്
അഡൽട്സ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഭാഗത്തുനിന്നും കൂടി വരേണ്ട ഒരു കാര്യമാണ്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ അടുത്തും ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അതായത് മനുഷ്യരായിട്ടുള്ള രീതിയിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അവിടെ. ഈ പറയുന്ന പോലെ ഫീമെയിൽസ് മെയിൽസ് എന്നുള്ള രീതിയിൽ മാത്രമല്ല മറ്റ് രീതിയിലുള്ള എക്സ്പ്രഷൻസും ഉണ്ടാവാം എന്നുള്ളതൊക്കെ ഇത് നോർമൽ ഹ്യൂമൻ സെക്ഷൽ ബിഹേവിയറിന്റെ ഭാഗമാണെന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഈ സെക്ഷൽ ഓറിയന്റേഷനിൽ വരുമ്പം ഹെട്രോസെക്ഷൽ, ഹോമോസെക്ഷൽ, ബൈസെക്ഷൽ, ഇത് മൂന്നും എന്താണെന്നും എനിക്കറിയണം. അതുപോലെ തന്നെ ഇത് ജന്മനാൽ ഒരാൾക്ക് ഉണ്ടാവുന്നതാണോ അതോ എൻ്റെ ലൈഫ് എനിക്ക് ഇങ്ങനെ മതി എന്നുള്ളത് രീതിയിൽ തിരഞ്ഞെടുക്കുന്നതാണോ? ഇപ്പം ഹെട്രോസെക്ഷൽ എന്ന് പറയുന്നതാണ് നമ്മൾ ചുറ്റുപാടും കാണുന്നതിലെ മെജോറിറ്റി ആളുകൾക്കും ഉള്ളൊരു ഇതെന്ന് പറയുന്നത്. അതായത് ഇപ്പം ഒരു ആണിന് ഒരു പെണ്ണിനോടോ അല്ലെങ്കിൽ പെണ്ണിന് ഒരു ആണിനോടോ ഉള്ളൊരു താല്പര്യം, നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സെക്സിനോടുള്ള ഒരു താല്പര്യം എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ അതേ സെക്സിലുള്ള ഒരാളോടുള്ള ഒരു താല്പര്യത്തിന് നമുക്ക് ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുമ്പം സ്ത്രീകൾക്ക് സ്ത്രീകളോടും ആണുങ്ങൾക്ക് ആണുങ്ങളോടും തോന്നുന്നത്. പിന്നെ ബൈസെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ഒരേപോലെ നമുക്ക് ആ ഒരു സെക്ഷൽ അട്രാക്ഷൻ തോന്നുക എന്നുള്ളതാണ്. ഇതെന്ന് പറയുന്നത് സെക്ഷൽ അട്രാക്ഷൻ എന്നുള്ള മാത്രമല്ല, നമുക്ക് മറ്റു ബാക്കി എല്ലാ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു അഫിലിയേഷൻ, ഇൻഫാക്ച്വേഷൻ, ഇതൊക്കെയും നമുക്ക് ആ പറയുന്ന സെക്സിനോട് മാത്രമേ തോന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഞാനൊരു ദിവസം രാവിലെ എണീക്കുമ്പം ഇന്ന് മുതൽ എനിക്ക് ഹോമോസെക്ഷൽ ആയിട്ട് ജീവിക്കാം എന്ന് വിചാരിച്ചിട്ടല്ല. നമ്മൾ ഒരുപാട് ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നതിൽ ഒരു ഫാക്ടറാണ് ജനറ്റിക് ആയിട്ടുള്ളത്. ജനറ്റിക് ആയിട്ടുള്ള റീസൺസ് ആവാം, അല്ലെങ്കിൽ ബയോളജിക്കൽ ആയിട്ടുള്ള റീസൺസ് ആവാം, അല്ലെങ്കിൽ എൻവയൺമെന്റൽ ആയിട്ടുള്ള റീസൺസ് ആവാം. എന്തായാലും ഇതൊക്കെ നമ്മളൊരു അഡോളസെന്റ് ഏജിലേക്കൊക്കെ എത്തുമ്പോൾ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളിലും പ്രിഫറൻസസിലൊക്കെ ഏകദേശം ഒരു ഡിസിഷൻ നമ്മുടെ ബോഡിയിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളത് ചിലപ്പോൾ റിയലൈസ് ചെയ്യുന്നത് ചിലപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടായിരിക്കാം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരോടൊക്കെ സംസാരിക്കുകയാണെങ്കിൽ അവർ ചിലപ്പോൾ ചുറ്റുപാടും കാണുന്ന എല്ലാവരും ഇങ്ങനെയല്ല എന്നുള്ളത് കൊണ്ട് ചിലപ്പം അവരും ചിലപ്പോൾ അവരെ ഫോഴ്സ് ചെയ്തിട്ടുണ്ടാവാം ഇങ്ങനെയൊക്കെ ആവാൻ വേണ്ടിയിട്ട്. ആ ഒരു പ്രോപ്പർ എക്സ്പ്രഷനിലേക്ക് ചിലപ്പോൾ വന്നിട്ടുണ്ടാവുക കുറച്ചുകൂടെ കഴിഞ്ഞിട്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പം ആ ഒരു വേരിയേഷൻസ് ഉണ്ടാവും എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഒരാൾക്ക് ഒരിക്കലും രാവിലെ എണീറ്റ് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ഇങ്ങനെ ആവാൻ തീരുമാനിച്ചിട്ടോ അല്ലെങ്കിൽ ഈ വ്യക്തി എനിക്ക് ഇഷ്ടപ്പെട്ടെന്നായി ഇയാൾക്ക് വേണ്ടിയിട്ട് മാത്രം അങ്ങനെ മാറാമെന്നോ അങ്ങനെയൊന്നും നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമൊന്നും അല്ല. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ എപ്പോഴും പറയുമല്ലോ ഇവനൊക്കെ നല്ല തല്ല് കിട്ടാത്തതിൻ്റെതാണ്, അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയിടാ ഇവിടെ കൊണ്ടുപോകാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു മാനസിക പ്രശ്നമാണ്. ഇത് ഒരിക്കലും ഒരു മാനസിക പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമല്ല. അതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പില് നമ്മൾ മിക്കപ്പോഴും പറഞ്ഞു കേൾക്കുന്നതാണ് ആദ്യമൊക്കെ ഇങ്ങനെയായിരുന്നു, ഇപ്പൊ നമ്മൾ ഇങ്ങനെയല്ല. ആ ഒരു സ്പാർക്ക് നഷ്ടപ്പെടുക, ലൂസിങ് ദ സ്പാർക്ക്. ഇത് സ്വാഭാവികമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളിലെയുള്ള കാര്യമാണോ? ഇതെങ്ങനെ നമുക്ക് തിരിച്ചു പിടിക്കാം? ഈ സ്പാർക്ക് നഷ്ടപ്പെടുക എന്നുള്ളത് എല്ലായിടത്തും ഉള്ളൊരു പ്രശ്നമാണ്. അതിന് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഒരാളെ ആദ്യമായിട്ട് പരിചയപ്പെടുമ്പം വി ഹാവ് സോ മച്ച് ടു ടോക്ക്. ആദ്യം മുതൽ LKG പഠിച്ചപ്പോൾ അങ്ങനെ സംഭവിച്ചു, UKG, ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ മുതലുള്ളത് നമുക്ക് സംസാരിക്കാനുണ്ടാവും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഒരു 2-3 months ഒക്കെ കഴിയുമ്പം ഈ പഴയ കാര്യങ്ങളെ കുറിച്ചൊന്നും ചിലപ്പോൾ നമുക്ക് സംസാരിക്കാനുണ്ടാവില്ല. അവിടെയാണ് അയ്യോ പണ്ട് ഞങ്ങൾക്ക് കുറെ സംസാരിക്കാനുണ്ടായിരുന്നു, ഇപ്പൊ ഒന്നും സംസാരിക്കാനില്ല എന്നുള്ളൊരു ഇത് വരുന്നത്. പക്ഷെ രണ്ട് പാർട്ട്നേഴ്സിന്റെ ഭാഗത്തുനിന്നും ഈക്വൽ എഫേർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ കമ്മ്യൂണിക്കേഷൻസ് നോക്കാം. അപ്പൊ അതേപോലെ തന്നെ ഇപ്പം ഓൺലൈൻ ആയിട്ടാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്കിപ്പോൾ ഒരുപാട് ഗെയിംസ് ഒക്കെ കളിക്കാൻ പറ്റും. അപ്പം അതേപോലെ തന്നെ ക്വാളിറ്റി ടൈം എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ കപ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് വർഷം ഒരുമിച്ച് താമസിച്ച് ഒരു കുട്ടിയൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ അവര് ഇരുന്ന് സംസാരിക്കുന്ന സമയം കുറവായിരിക്കും. പറയുമ്പോൾ ഇപ്പോൾ ഭാര്യ ഭർത്താവ് എപ്പോഴും ഒരുമിച്ചാണ്, ഒരുമിച്ച് റൂമിലൊക്കെ ആയിരിക്കും കിടക്കുക. പക്ഷെ ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് കുറവായിരിക്കും. അപ്പോൾ ക്വാളിറ്റി ടൈം കൂട്ടാൻ വേണ്ടിയിട്ട് 30 minutes 40 minutes ഒക്കെ ആരുടെയും ഒരു ഇൻട്രപ്ഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ഇരുന്നിട്ട് ഡെയിലി ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം, നിങ്ങളുടെ ഇമോഷൻസിനെ കുറിച്ച് സംസാരിക്കാം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മൈറ്റ് ഹെൽപ്പ്. പിന്നെ വൺസ് ഇൻ എ വൈൽ ഗോ ഫോർ എ ഡേറ്റ്. ഇപ്പോൾ കുട്ടികളൊക്കെ ഒരു 10-15 years ഒക്കെ ആഫ്റ്റർ മാരേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും കുട്ടികളെ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലൊക്കെ നിർത്തിയിട്ട് ഒരു 2 hours ഒക്കെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയിട്ട് ഒരു പ്രോപ്പർ ഡേറ്റ് ആയിട്ടൊക്കെ നമ്മൾ പോയിരുന്ന് സംസാരിക്കുക, കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെ നമുക്ക് ആ സ്പാർക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഏതെങ്കിലും ഒരു കപ്പിളിന് ഒരു തേർഡ് പാർട്ടിയോട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നുകയാണ്, ഒരാൾ അറിയാതെ, പാർട്ട്ണർ അറിയാതെ, അതൊരു വഞ്ചനയായി കാണാൻ പറ്റുമോ? ഇമോഷണൽ ഇൻഫിഡിലിറ്റി എന്ന് പറയുന്നതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഇത് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരാളോട്, ഇപ്പം ഞാൻ
ഒരാളോട് ഇപ്പൊ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടിനോട് ഒരു മെയിൽ ജെൻഡറിലുള്ള ഒരാളോട് ക്ലോസ് ആവാന്നുള്ളതല്ല അവിടെ പ്രശ്നം വരുന്നത്. പക്ഷേ പറയുന്ന പോലെ എൻ്റെ ഹസ്ബൻഡ് അറിയാതെ ഞാനത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഒരു പ്രശ്നം വരുന്നത്. കാരണം അങ്ങനെ വരുമ്പം നമ്മൾ നമ്മുടെ പാർട്ട്ണറിൽ നിന്ന് ഒരുപാട് അകന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഇമോഷണൽ ഇൻഫിഡിലിറ്റിയും ഇതേപോലെ തന്നെയുള്ള പ്രശ്നമാണ്. കാരണം നമ്മൾ ഇമോഷണലി നമ്മുടെ പാർട്ട്ണർ അടുത്തുനിന്ന് ഒരുപാട് അകന്നു പോകും. കാരണം നമ്മൾ ആ ആളോട് സംസാരിക്കുന്നതിന് പകരം ചിലപ്പം ഇപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയോട് മാത്രമായിരിക്കാം നമ്മൾ കൂടുതൽ സംസാരിക്കാനും ഇതിനൊക്കെയുള്ള സാധ്യത എന്ന് പറയുന്നത്. അപ്പം ഒരാളോട് നമ്മൾ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് പാർട്ട്ണറോട് പറയാതെ കാര്യങ്ങൾ ചെയ്യുക, പാർട്ട്ണറോട് പറയാതെ ഈ വ്യക്തിയോട് സംസാരിക്കുക, ചാറ്റ് ചെയ്യുക, അവിടെയാണ് അതൊരു പ്രശ്നം വരുന്നത്. അതും ഇൻഫിഡിലിറ്റി ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ദ പാർട്ട്ണർ. പാർട്ട്ണർക്ക് തോന്നുകയാണ് എന്നെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ചിലർ പറയാറുണ്ട്, ഇപ്പൊ എന്നെ പോലും ചക്കരയെന്നോ പൊന്നെന്നോ ഒന്നും വിളിക്കാറില്ല, എന്നിട്ട് മറ്റേ ആളെ കയറിയിട്ട് അങ്ങനെയൊക്കെ വിളിച്ച് സംസാരിക്കണം എന്നൊക്കെ. അപ്പൊ അതൊക്കെ സ്വാഭാവികമായിട്ട് മറ്റേ ആൾക്ക് ചീറ്റിംഗ് ആയിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്നോട് അങ്ങനെയല്ലല്ലോ, മറ്റേ ആളോട് അങ്ങനെയല്ലേ എന്നുള്ളത് അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. അപ്പം ആ ഒരു ഇഷ്യൂ എപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം. എസ്പെഷ്യലി ഇപ്പം മൊബൈൽ ഫോണും ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് ഇത്തരത്തിലുള്ള ചാറ്റുകൾ പിടിക്കുകയും അതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട്. ഒരു ഹെൽത്തി ബ്രേക്കപ്പ് എങ്ങനെ ആയിരിക്കണം? ബ്രേക്കപ്പ് എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അത് ഹെൽത്തി ആക്കി എടുക്കാന്ന് പറയണമെങ്കിൽ രണ്ടുപേരെ ഭാഗത്തുനിന്നും ഈക്വൽ എഫേർട്ട് വേണം എന്നുള്ളതാണ്. അതായത് ഇപ്പം ഞാൻ നോ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പാർട്ട്ണർക്ക് മനസ്സിലാക്കാൻ പറ്റണം, ഓക്കെ അവർക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നുള്ളത്. പിന്നെ നമുക്ക് ഇത് കുറച്ചെങ്കിലും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ബ്ലെയിം ഗെയിം ഒഴിവാക്കുക എന്നുള്ളതാണ്. നീ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കുന്നത് എന്നുള്ളതിനേക്കാളും എടോ മേ ബി ലൈഫിൽ നമ്മുടെ രണ്ടുപേരുടെയും വാല്യൂസ് ഡിഫറെൻ്റ് ആണ്, അല്ലെങ്കിൽ ഗോൾസ് ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മൾ ഒരുമിച്ച് പോകുന്നതിനേക്കാളും നല്ലത് സെപ്പറേറ്റ് ആവുന്നതാണ് എന്നുള്ളതാണ്. പിന്നെ ഒരു ബ്രേക്കപ്പ് എന്ന് പറയുന്നത് എത്ര മ്യൂച്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞാലും അത് മ്യൂച്വൽ ആയിരിക്കണം നിർബന്ധമില്ല. പലപ്പോഴും ഒരാൾ തീരുമാനിച്ചതുകൊണ്ട് മറ്റേ എഗ്രി ചെയ്യുന്നതായിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ബ്ലെയിമിങ് ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പിന്നെ ഇപ്പൊ നമ്മളിപ്പോ കൂടുതലും പറയാറുണ്ട് ഇപ്പൊ ഫ്രണ്ട്ഷിപ്പായിട്ട് മുന്നോട്ട് പോകാന്നുള്ളതൊക്കെ. അത് എത്രത്തോളം രണ്ടുപേർക്കും കംഫർട്ടബിൾ ആയിരിക്കും എന്നുള്ളതും കൂടി നോക്കിയിട്ട് വേണം. അപ്പം ഞാൻ കംഫർട്ടബിൾ അല്ലെങ്കിലോ എൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് വേറൊരാളുടെ കൂടെ റിലേഷൻഷിപ്പിലായി എന്ന് കാണുന്നതിൽ അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്നതിൽ അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. പിന്നെ ഒരു ബ്രേക്കപ്പ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ആങ്കർ ഔട്ട്ബേസ്റ്റും കാര്യങ്ങളും ഒരു ഡിനയലും ഇത് വേണോ, നമുക്ക് കുറച്ചുകൂടെ നോക്കിയിട്ട് പോരെ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് നാവിഗേറ്റ് ചെയ്യാൻ പറ്റണമെന്നുള്ളതാണ്. ഒരു റിലേഷൻഷിപ്പിൽ വിശ്വാസം തകർന്നാൽ, അതിപ്പം ചീറ്റിങ്ങിലൂടെ ആവാം, ഇല്ലെങ്കിൽ അവിഹിതത്തിലൂടെ ആകാം, കണ്ടുപിടിച്ചു പ്രശ്നമായി തകർന്നു പോയി വിശ്വാസം, നമുക്കത് വീണ്ടും തിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണോ? തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കും അതാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് അവിടെ ഈ പറഞ്ഞതുപോലെ മറ്റേ ആള് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കണം, ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. മറ്റേ ആൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ പാർട്ട്ണർക്ക് ഇതിൽ നിന്നൊക്കെയും ഒന്ന് ഓക്കെ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം കൂടി നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇൻ കേസ് ഇപ്പം നിങ്ങൾക്ക് ഇത് ഒട്ടും ഓക്കെ അല്ലാത്തൊരു കാര്യമാണ്, എന്ത് ചെയ്താലും ഇപ്പം നമുക്ക് എല്ലാവർക്കും ഓരോ വാല്യൂസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ വാല്യൂസിൽ ഏറ്റവും കോറായിട്ട് നമ്മൾ കരുതുന്നതാണ് എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ വൈഫിന് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് അത് ഒട്ടും മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികളെ ഓർത്തിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഓർത്തിട്ടോ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഒരു ബ്രേക്കപ്പോ ഡിവോഴ്സോ ആലോചിച്ചിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് മേക്കപ്പ് സെക്സ്, ഒരു വഴക്കിട്ട് അത് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് സെക്സ് ചെയ്ത് അതിനെ പരിഹരിക്കുക, അത് സത്യത്തിൽ ഒരു ശരിയായ മാർഗമാണോ? അതൊരു ഹെൽത്തി കോപ്പിംഗ് മെക്കാനിസം അല്ല എന്നുള്ളതാണ്. അതായത് ഇപ്പം ഒരു പ്രശ്നം ഉണ്ടായി, എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, സംസാരിച്ചു, ആ കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്തതിന് ശേഷം സെക്സിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് ഓക്കെ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഉള്ള പ്രശ്നം മുഴുവൻ അവിടെ കിടക്കുന്നുണ്ട്, അത് ഡിസ്കസ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ടും നമ്മൾ ഇപ്പുറത്ത് സെക്സ് എന്ന് പറയുന്നത് അതൊരു ഹെൽത്തി കോപ്പിംഗ് മെക്കാനിസം ആയിക്കൊള്ളണമെന്നില്ല. ബിക്കോസ് ഒരു എലോങ് ദ വേ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പൈലപ്പ് ചെയ്ത് കുന്നുകൂടി ഇപ്പുറത്ത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. നമ്മുടെ സെക്സ് ലൈഫ് വളരെ നല്ല രീതിയിലായിരിക്കും പോകുന്നത്. പക്ഷെ ഈ ഇഷ്യൂസ് ഒന്നും റിസോൾവ് ആവാത്തതുകൊണ്ട് ചിലപ്പം രണ്ട് പാർട്ട്നേഴ്സിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ചിലപ്പോൾ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ സിനിമയിലൊക്കെയാണ് കൂടുതൽ മേക്കപ്പ് സെക്സും കാര്യങ്ങളൊക്കെ കാണുന്നത്.
അത് റിയൽ ലൈഫിലേക്ക് വരുമ്പം പ്രാക്ടീസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കോൺഫ്ലിക്ട്സ് കൃത്യമായി റിസോൾവ് ചെയ്തതിന് ശേഷം സെക്സ് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് പോയിക്കോളൂ. സെക്സ് എപ്പോഴും ഇമോഷണലി ഫിസിക്കലി ഒക്കെ രണ്ട് പാർട്ട്നേഴ്സിനിടയിലുള്ള ഇൻറ്റിമസി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം. പക്ഷേ പ്രശ്നം റിസോൾവ് ചെയ്യാതെ സെക്സിലേക്ക് പോവാന്ന് പറയുന്നത് ഒട്ടും പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ ഈ അകലം കൂടുന്തോറും ഒരു മടുപ്പ് വരിക, ഇല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ അല്ലാതാവുക, അതിൽ എങ്ങനെ നമുക്ക് അതിജീവിക്കാം? ലോങ് ഡിസ്റ്റൻസ് ആകുമ്പോൾ ആദ്യമേ നിങ്ങൾ സംസാരിക്കേണ്ടത് തന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് അത് നാവിഗേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് പണ്ടൊക്കെ നമ്മൾ പറയുമ്പോൾ ഇപ്പം വീട്ടിൽ ഒരു സ്കൂളിലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം ഒരു സ്കൂളിൽ പഠിച്ചിരുന്നവർ പിന്നെ വേറെ കോളേജിലേക്ക് മാറിപ്പോവും, കണ്ണൂരും ട്രിവാൻഡ്രം ഒക്കെ ആയിരിക്കും, അത്തരത്തിലുള്ള വ്യത്യാസങ്ങളെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഒരാൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ മറ്റൊരാൾ കാനഡയിലോ ഓസ്ട്രേലിയയിലോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ ടൈം സോൺ ഡിഫറൻസസ് വരുന്നത് കൊണ്ട് ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എപ്പോഴും പറ്റിക്കോളണമെന്നില്ല. എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരു വീക്ക്ലി ഒരു 3-4 ഡേയ്സ് എങ്കിലും നിങ്ങളുടെ ഈ പറയുന്ന ടൈം സോൺ ഡിഫറൻസുകളും നിങ്ങളുടെ മറ്റ് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളിൽ നിന്നൊക്കെ മാറ്റിയിട്ട് ഒരു 1/2 hour to 1 hour എങ്കിലും നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഇവിടെ നിൽക്കുന്ന ആൾക്ക് അത്ര ഒരു ബുദ്ധിമുട്ട് തോന്നാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് ഇപ്പം ഞാൻ വിളിക്കുമ്പോഴൊക്കെ എൻ്റെ പാർട്ട്ണർ പുറത്താണ്, എപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെയാണെന്നൊക്കെ പറയുമ്പോൾ ചിലപ്പം എന്നെ പ്രയോറിറ്റൈസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് വരാനുള്ള സാധ്യതയുണ്ടല്ലോ. പിന്നെ ഇപ്പം ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് ഒക്കെ വഴി ഇപ്പം നമുക്ക് ഒരുമിച്ച് മൂവീസ് കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗെയിംസ് കളിക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ഇപ്പം പിൻട്രസ്റ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ there are a lot of questions that you can ask to your long distance boyfriend. ഇങ്ങനത്തെ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഇടയ്ക്കുള്ള കോൺവെർസേഷൻസ് ഇൻക്ലൂഡ് ചെയ്യാം. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളെപ്പോഴും ചിലപ്പോൾ സംസാരിക്കുമ്പം ഞാൻ എപ്പോഴും വിളിക്കുന്നത് ചിലപ്പം എൻ്റെ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, ഇപ്പം ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും. ഇപ്പം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ എനിക്ക് ചിലപ്പോൾ ആ ഒരു ഫുൾ അറ്റൻഷൻ ചിലപ്പോൾ എൻ്റെ പാർട്ട്ണർക്ക് കൊടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ചിലപ്പോൾ ആ ആൾക്ക് കുറച്ച് ദിവസം കഴിയുമ്പം ആളെ പ്രയോറിറ്റൈസ് ചെയ്യില്ല എന്നുള്ള തോന്നൽ വരുമല്ലോ. അത്തരത്തിലുള്ള തോന്നലുകൾ വരാത്ത രീതിയിൽ ആ ടൈം സോൺ നാവിഗേറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ്. നമ്മളിപ്പം ഈ സെക്സ് എഡ്യൂക്കേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എല്ലാ പാരൻസിനും ഇതുപോലെ കുട്ടികളുടെ അടുത്ത് ഇത് പറയാൻ പറ്റില്ല. ചിലർക്ക് ഇതെങ്ങനെ എൻ്റെ മക്കളോട് ഇതെങ്ങനെ പറയും, മോശമായിട്ടുള്ള കാര്യമല്ലെങ്കിൽ അവർക്ക് പറയാനൊരു ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ എങ്ങനെയായിരിക്കണം ഇത് പറയേണ്ടത്? ഇതിൽ ഇപ്പം നമ്മൾ കുട്ടികൾക്ക് ഓരോ മൈൽ സ്റ്റോൺസ് നമ്മൾ പറയില്ലേ, കുട്ടികൾ ഈ പ്രായമാകുമ്പോൾ എണീറ്റ് നിൽക്കണം, സംസാരിക്കണം. അത് നമ്മൾ ഇൻട്രോവേർട്ടാണോ എക്സ്ട്രോവേർട്ടാണോ കംഫർട്ടബിൾ ആണോ നോക്കിയിട്ടല്ലല്ലോ എല്ലാ കുട്ടികളിൽ നിന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യമാണ്. അതേപോലെ തന്നെ എല്ലാ പേരൻസ് എന്നുള്ള രീതിയിലും നമുക്കിത് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. ഇപ്പം ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ഇനി ഇൻ കേസ് നിങ്ങൾ ഒട്ടും കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഒരു സെക്സ് എഡ്യൂക്കേറ്ററെ ഹെൽപ്പ് സീക്ക് ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് അവർ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പക്ഷെ ആ പറഞ്ഞു കൊടുക്കുന്ന സമയത്തും പേരൻ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ആ കുട്ടിയുടെ കൂടെ ഇരിക്കണം. കാരണം സെക്സ് എഡ്യൂക്കേറ്റർ ഇപ്പം ഞാൻ ഒരു കുട്ടിക്ക് ക്ലാസ് എടുത്തു കൊടുത്തു, പറഞ്ഞു കൊടുത്തു കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്താന്നുള്ളത് എനിക്കും കുട്ടിക്കും മാത്രമല്ലേ അറിയൂ. കുട്ടി നാളെ ഒരു സംശയം വന്ന് ചോദിക്കുക എന്നോടല്ല, പേരൻറ്റിനോടായിരിക്കും. അപ്പൊ പേരൻസ് അങ്ങനത്തെ സാഹചര്യങ്ങളിൽ കുട്ടികളുടെ കൂടെ ഇരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് ബുക്സ് ഒക്കെ അവൈലബിൾ ആണ് നമുക്കപ്പോൾ നമ്മൾ ആദ്യം ഇരുന്ന പുസ്തകങ്ങൾ വായിച്ചു നോക്കിയിട്ട് കുട്ടികൾക്ക് അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ അതിരുന്ന് വായിച്ചോളൂ. ഇപ്പൊ ഒരുപാട് ഇപ്പൊ AI വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ ഒക്കെ ഉണ്ട്. ഇപ്പം സ്പെർമി ക്യൂട്ടി, സ്പെർമലീന, എഗ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മൾ കുറെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ AI റീൽസ് ഒരുപാട് ഉണ്ടല്ലോ. അതിലൊക്കെ ചിലതിലൊക്കെ ആക്ച്വലി നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷണൽ പർപ്പസിൽ ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും. അതും പക്ഷെ പേരൻസ് ഇരുന്ന് ആദ്യം കണ്ടതിന് ശേഷം കുട്ടികൾക്ക് നമ്മൾ ഒരുമിച്ച് ഇരുന്നിട്ട് കുട്ടികൾക്ക് അത് കാണിച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ കുട്ടികൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും, നമുക്ക് ആ പറയുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ്. പിന്നെ പ്രൈവറ്റ് ബോഡി പാർട്സിന്റെ കാര്യങ്ങൾ പേര് പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെ പക്ഷെ പേരൻസ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ നമുക്ക് കണ്ണ് മൂക്ക് എന്ന് പറയുന്ന പോലെ തന്നെ ബ്രസ്റ്റ്, നിപ്പിള അല്ലെങ്കിൽ ബട്ടക്സ് എന്ന് പറയാൻ പറ്റണം. നമുക്ക് എല്ലാവർക്കും അത് പറയാൻ പറ്റില്ല. നമ്മൾ പേരൻസ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മളത് പറയുമ്പോൾ ഭയങ്കര ചളുപ്പ് തോന്നും. ആ ചളുപ്പിൽ നമ്മൾ കുട്ടികളോട് പറയുമ്പോൾ കുട്ടികൾക്കും തോന്നുന്നത് എന്തോ വലിയ തെറ്റായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ ചീത്ത കാര്യമാണെന്നുള്ള രീതിയിൽ കുട്ടികൾക്കും തോന്നും. അവർക്കും ചിലപ്പോൾ ഇത് ഒളിച്ചു വെക്കേണ്ട ഒരു കാര്യമാണെന്ന് തോന്നും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ സെക്സ് എഡ്യൂക്കേഷൻ ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്. അപ്പോൾ കുട്ടികളുടെ അടുത്ത് നമ്മൾ ബോഡി പാർട്സ് പറഞ്ഞു കൊടുക്കുന്ന പോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളും മെല്ലെ മെല്ലെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരികയാണെങ്കിൽ കുട്ടികൾക്ക് ഇത് വളരെ നോർമലാവും, നമുക്കും ഇത് വളരെ നോർമലാവും. ഇന്ന് നമ്മൾ ന്യൂസുകളിലൊക്കെ കാണാറുണ്ട്, എനിക്ക് തോന്നുന്നു 6 മാസം പ്രായമുള്ള കുട്ടികളെ വരെ പീഡിപ്പിക്കുന്ന കാലമാണ്. അത് പീഡിപ്പിക്കുന്നതാണ് വീട്ടിലുള്ള റിലേറ്റീവ്സ്, കസിൻസ് ഒക്കെയാണ്.
ഒരു പാരൻസും ഒരു കുട്ടിയും നമ്മുടെ വീട്ടിലുള്ള ആളുകൾ ഇങ്ങനെ നമ്മളോട് ചെയ്യുമ്പം അതിനെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ഇപ്പം സേഫ് ആൻഡ് അൺസേഫ് ടച്ച് എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു ഇപ്പം നമ്മുടെ ബോഡി പാർട്സിൽ അൺകംഫർട്ടബിലിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞല്ലോ, ആ അൺകംഫർട്ടബിൾ എന്നുള്ള രീതിയിൽ നമ്മൾ പറയണം എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ മെയിൻ റീസൺ തന്നെ ഇപ്പം നമ്മൾ ചിലപ്പോൾ പറയും ഇപ്പം അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അമ്മാവനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആരെങ്കിലും ആണെങ്കിൽ കുഴപ്പമില്ല, കുളിപ്പിക്കുമ്പോഴാണെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ പറയും. പക്ഷേ ഈ പറയുന്ന പോലെ ഇത്രയും ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്നാണെങ്കിലും ഇത് വരുന്നത്. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് പറഞ്ഞത് അൺകംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ അത് അച്ഛനോടോ അമ്മയോടോ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ആരാണോ അവരുടെ അടുത്ത് വന്ന് പറയണം എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ ചിലപ്പം ഈ പ്രിഡേറ്റർ ഇപ്പം ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാമിലി എന്നൊക്കെ ആണെങ്കിൽ പോലും ചിലപ്പോൾ അവർ പറയുന്നുണ്ടാവും ഇത് എന്തെങ്കിലും അച്ഛനോടോ അമ്മയോടോ പറഞ്ഞാൽ ഞാൻ അവരെ കൊല്ലും, ഞാൻ അവരെ ഉപദ്രവിക്കും എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുട്ടികളോട് നമ്മൾ ആദ്യമേ പറയണം ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ പോലും അച്ഛനോടും അമ്മയോടും വന്ന് പറയണം കേട്ടോ എന്നുള്ളത്. അപ്പം ഇൻ കേസ് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും കുട്ടികൾക്ക് അറിയാം ഓൾറെഡി ഇങ്ങനെ സംഭവിച്ചാൽ വന്ന് പറയണം എന്നുള്ളത്. ഇനി വന്ന് പറയുന്ന സമയത്ത് നമുക്ക് എത്ര ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും അതൊരിക്കലും ആ കുട്ടി അനുഭവിച്ച ബുദ്ധിമുട്ടിനേക്കാളും അത്രയും ടെൻഷൻ നമ്മൾ അനുഭവിക്കുന്നില്ല. അപ്പോൾ കുട്ടിയുടെ മെന്റൽ ഹെൽത്ത് പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ നോക്കണം എന്നുള്ളതാണ്. ഇപ്പം കേസുമായിട്ട് ലീഗലി മുന്നോട്ട് പോകുന്നതാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് അഡ്വൈസബിൾ ആയിട്ടുള്ള കാര്യം. പിന്നെ കുട്ടിക്ക് അതുമായിട്ട് ഒട്ടും കോപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഇൻസിഡൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്കുകയും പ്രോപ്പർ തെറപ്പി ചെയ്യുന്നതിലും ഒന്നും ഒരു തെറ്റുള്ള കാര്യമല്ല. ഇപ്പോൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് വരുമ്പോഴാണ് പലപ്പോഴും കുട്ടികൾ ഇത് മറച്ചു വെക്കാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യമേ അതിനെക്കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബെറ്റർ ആയിരിക്കും. ഇനിയിപ്പോൾ ഇതൊരു അബ്യൂസ് ഉള്ള രീതിയിൽ തന്നെ ആവണം എന്നൊന്നുമില്ല. ഇപ്പോൾ ചിലപ്പം ഒരേ പ്രായത്തിലുള്ള രണ്ട് കുട്ടികൾ, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി, ചിലപ്പോൾ ആ ആൺകുട്ടി വന്നിട്ട് കളിക്കണതിൻ്റെ ഇടയിൽ ചിലപ്പം ബട്ടക്സിലൊന്ന് പിടിച്ചു അല്ലെങ്കിൽ ബ്രസ്റ്റിൻ്റെ അവിടെ നിന്ന് പിടിച്ചു. ആ ആൺകുട്ടിയും ചെറിയ കുട്ടിയാണ്, ആ കുട്ടിക്ക് ഇത് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ വാട്ട് ഇഫ് ആ പെൺകുട്ടി ഇതിൽ കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിലോ ആ അൺകംഫർട്ടബിലിറ്റിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം എന്നുള്ളതാണ്. അതായത് കുട്ടിക്കും ഒരു പേഴ്സണൽ സ്പേസ്, ഫിസിക്കൽ ബൗണ്ടറി ഉണ്ട്, അത് നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. ഇപ്പം 1.5-2 വയസ്സൊക്കെ ആയ കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടി ഇപ്പൊ പറയാണ് ആ കുട്ടീനെ ഇപ്പം നമ്മളൊരു വീട്ടിൽ പോയി, നമ്മൾ ഗസ്റ്റ് ആയിട്ട് പോയി, ആ വീട്ടിലെ ഒരു അങ്കിള് ഷർട്ടൊന്നും ഇടാതെ ഇപ്പം കയറി ഉമ്മ വെച്ചു. ആ ഉമ്മ വെക്കണത് കുട്ടിക്ക് അൺകംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ കുട്ടി മാറ്റും. അപ്പൊ അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ആ കുട്ടി അവിടെ നോ പറഞ്ഞിരിക്കുകയാണ്, അത് അയാൾ മോശമായിട്ട് ചെയ്തതുകൊണ്ടോ മോശമായിട്ട് ചിന്തിച്ചുകൊണ്ടോ ആയിരിക്കണമെന്നില്ല, കുട്ടി കംഫർട്ടബിൾ അല്ല. അപ്പൊ അത് നമ്മൾ അവിടെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ കുളിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും നോക്കി നിൽക്കണ്ട, അങ്ങനെയാണെങ്കിൽ കുട്ടി സേഫ് ആണെന്നുള്ള എൻഷുർ ചെയ്തിട്ട് മോൻ കുളിച്ചോ എന്നുള്ള രീതിയിൽ പറയാൻ നമുക്ക് പറ്റണ്ടേ. ഇതൊക്കെയും ഈ പറയുന്ന പ്രോസസ്സിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. എനിവേസ് താങ്ക് യു മാം. കാരണം ഇത് ഒരുപാട് ഇന്നത്തെ കുട്ടികൾക്ക്, സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിലും ഇപ്പോൾ വെക്കേഷനൊക്കെ ടൈമിലാണെങ്കിലും നമ്മൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ കേട്ടു. ഒരു ആഴ്ച ഫുൾ ഇങ്ങനെ ഉണ്ടായിരുന്നു കുട്ടികളെ പീഡിപ്പിക്കുന്ന കേസുകൾ. ഇത് എല്ലാ പാരൻസിനും ഒരു അവയർനെസ് ആയിരിക്കട്ടെ. അതുപോലെ തന്നെ കുട്ടികൾ, സ്കൂളിൽ ടീച്ചർമാർ എല്ലാം കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കട്ടെ. എനിവേസ് താങ്ക്സ് ഫോർ യുവർ ടൈം ആൻഡ് ഇൻഫർമേഷൻ. താങ്ക് യു.